ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണേ എന്നുള്ള എൻ്റെ കമൻറ്റ് ബോക്സിൽ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയെ മാനിച്ചിട്ടാണ് ഞാനിപ്പോൾ ആനുകാലികമായി നമുക്കിപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി വിചാരിക്കുന്നു. ഇനി എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ പ്രശസ്തമായ ബൈബിളിലെ യേശുദേവൻ്റെ ഒരു വാക്യത്തോടു കൂടി തന്നെ ആരംഭിക്കാം. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഇത് നമ്മുടെ ബൈബിളിലെ യേശുദേവൻ്റെ ആപ്തമായിട്ടുള്ള വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ, ഒരു വാക്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇതെന്ന് പറയുന്നത് കേൾക്കാൻ, നമ്മുടെ ഇപ്പോൾ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് അനുബന്ധിച്ച് ഒരു പാരഡി സോങ് ഇറങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ. ഇപ്പം 2-3 ദിവസമായിട്ട് അത് ഭയങ്കര വൈറൽ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായി വൈറലായ ഒരു സോങ്ങാണ്. അതിനെതിരെ നമ്മുടെ ഭരണകൂടം എന്താ പറയണേ, FIR ഒക്കെ ആയിട്ട് കേസൊക്കെ രജിസ്റ്റർ ചെയ്തു. ആരാണ് കേസ് രജിസ്റ്റർ ചെയ്ത്? നമ്മുടെ പിണറായി സർക്കാർ സൈബർ വിങ്ങിന് നിർദ്ദേശം കൊടുത്തനുസരിച്ച് അവർ ഈ പാട്ട് പാടിയ ആൾക്കും പാട്ട് എഴുതിയ ആൾക്കും പാട്ട് എന്താ പറയണേ പുറത്തേക്ക് വിട്ടല്ലേ വീഡിയോ ആക്കിയ ആ ഒരു സ്റ്റുഡിയോയ്ക്കെതിരെയും സ്റ്റുഡിയോയുടെ ഓണർക്കെതിരെയൊക്കെ FIR ഇട്ട് കേസൊക്കെ രജിസ്റ്റർ ചെയ്തായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ആ കേസ് അവിടെ തന്നെ പതുക്കെ തന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നോട്ടീസ് എടുത്ത് അവരെയൊക്കെ വിളിച്ചു വരുത്താനോ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് വീണ്ടും സർക്കാർ കൂപ്പുകുത്തി. അപ്പോൾ ഈ 3 ദിവസമായിട്ട് ഈ പാട്ട് ഭയങ്കര വൈറലാണ്. ഞാനും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങി കേട്ടോ. ഞാനും അതിന് മുമ്പ് 1-2 വരികളൊക്കെ മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ സാധാരണ ഒരു പാരഡി പാട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത് വളരെ ഇതിലെ വരികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്ന ശബരിമല പോലുള്ള വളരെ പുണ്യമായ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ സ്വർണ്ണക്കൊള്ള ചെയ്ത സഹായക്കന്മാരെ അല്ലെങ്കിൽ ഭരണകൂടത്തെ പിടിച്ചുലയ്ക്കുന്ന അവരുടെ ആസനം പൊള്ളുന്ന രീതിയിലുള്ള ഒരു പാരഡി സോങ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പാരഡി പാട്ട് കേട്ട നമ്മുടെ സർക്കാർ അവർക്ക് ഇപ്പോഴാണ് ഭൂതോദയം വീണത്. അത് കാരണമാണ് ഇവിടെ LDF ഗവൺമെന്റ് തോറ്റത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അവർക്ക് ഇവർക്കെതിരെ കേസ് എടുക്കാനും, ആ കേസ് എടുത്തത് എന്താണ്, മതത്തിനെ ഹിന്ദു മതത്തിനെ അല്ലെങ്കിൽ മതവിശ്വാസികളെ വ്രണപ്പെടുത്തി അത് മതനിന്ദയാണ് ഈ പാട്ട് എന്നുള്ള രീതിയിലാണ് അവർക്കെതിരെ ഈ പാട്ടിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേസ് എടുക്കാനുള്ള കാരണം ഇത് പാടിയത് മുസ്ലിം സഹോദരനാണ്, ഡാനിഷ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനാണ്. അതുപോലെ തന്നെ പാട്ട് എഴുതിയ ആളൊരു GP കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു പ്രവാസി മലയാളിയാണ്. അതുപോലെ തന്നെ ഇത് നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയുടെ ഓണർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെയുള്ള സർക്കാർ കണ്ടു. അപ്പോൾ ഇവർ പറയുന്നത് ഹിന്ദു മതത്തിനെ അല്ലെങ്കിൽ മതവിശ്വാസികളെ ശബരിമലയുമായിട്ടുമായി ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശബരിമല ശാസ്താവിനെ അപമാനിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആ ക്ഷേത്രത്തിനെ അപമാനിക്കുന്ന രീതിയിൽ ഇവർ പാട്ടെഴുതി എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പം ഞാനൊന്ന് പറയട്ടെ സഹോദരങ്ങളെ, 2019 സ്ത്രീപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്നങ്ങ് മറക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് അവർ കോടതിയിൽ പോയി. സുപ്രീം കോടതി ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് അവർക്ക് അനുകൂലമായി വിധി കൊടുത്തു. സ്ത്രീകളെ കയറ്റിയാൽ എന്താ എന്നുള്ളത്. അതിനകത്തൊരു 2 വശമുണ്ട്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അജ്ഞത കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ അദ്ദേഹം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടാകും. സ്ത്രീകൾക്ക് ആർത്തവം ഇല്ലാത്ത സമയം സ്ത്രീകൾ ആർത്തവ ശുദ്ധി എന്ന് പറയുന്ന ഒരു 5 ദിവസത്തേക്ക് അത് ആർത്തവം മോശമാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു കസ്റ്റമാണ്, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ ഒരു കസ്റ്റമാണ്. നമ്മൾ ഒരു സ്ത്രീ ആർത്തവമായി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവും, അതൊക്കെ മാറ്റണം, ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മയുടെ കാലത്തൊന്നും ഈ സാനിറ്ററി അമ്മമാരുടെയൊക്കെ അല്ലെങ്കിൽ അമ്മയുടെ ഒക്കെ കാലത്ത് സാനിറ്ററി പാഡ്സ് ഒന്നും വന്നിട്ടില്ല. അന്നൊക്കെ കോട്ടൺ തുണികളാണ് ആൾക്കാർ ഉപയോഗിക്കുക. ആ കോട്ടൺ തുണികളിൽ ബ്ലഡൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളിത് കഴുകി വൃത്തിയാക്കി നമ്മളെല്ലാം അന്നത്തെ കാലഘട്ടത്തിന് ആൾക്കാരും അതൊക്കെ കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയൊക്കെ ഉണങ്ങിയതിന് ശേഷമൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ശാരീരികമായിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 80% സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം മെൻസ്ട്രൽ കപ്പും അതുപോലെ തന്നെ വളരെ പാൻറ്റീസും അതുപോലെ തന്നെ നല്ല സാനിറ്ററി പാഡ്സും കുറേ 2-3 മണിക്കൂറും നല്ല ഓർഡർ, നല്ല മണമൊക്കെയുള്ള, നല്ല സ്മെല്ലൊക്കെയുള്ള നല്ല സാനിറ്ററി പാഡ്സും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ പണ്ടത്തെ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുടെ ഒരു 50-60 വർഷം മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ
അല്ലെങ്കിൽ 70 വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ തുണികൾ ഒക്കെ ഉപയോഗിച്ച് ഇന്നും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അന്നത്തെ ആ ഒരു കസ്റ്റം ഇന്നും ആൾക്കാർ നിലനിർത്തി പോകുന്നുണ്ട്. അപ്പോൾ കോട്ടൺ തുണികൾ വെച്ചിട്ട് അത് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അത് വാഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ അശുദ്ധിയാണ്. ആ അശുദ്ധിയിൽ 5 ദിവസം നമ്മൾ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഒരു റൂമിലോ അല്ലെങ്കിൽ ആ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുക, പുറത്തിറങ്ങുക, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഒരു കാലാവസ്ഥ. ആ ഒരു കസ്റ്റമാണ്. ക്ഷേത്രങ്ങളിലേക്ക് പോകില്ല സ്ത്രീകൾ, പുറത്തേക്കേ പോകില്ല. എൻ്റെ വീട്ടിലൊന്നും ഞങ്ങൾ കിച്ചണിൽ പോലും കയറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ജീവിച്ചു വന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം നിലനിന്ന് വരുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ക്ഷേത്രങ്ങളിലേക്ക് ഒരു 7 ദിവസം അല്ലെ 5 ദിവസം അല്ലെ 7 ദിവസമൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് സ്ത്രീകൾ കയറാത്ത അവസ്ഥ. ശബരിമല ശാസ്താ ശബരിമലയെ സംബന്ധിച്ചും സ്ത്രീകൾ ആർത്തവം തുടങ്ങി. കാരണം ഒരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീ 12 വയസ്സ്, അന്നത്തെ കാലത്ത് ഒരു 12 വയസ്സ് 13 വയസ്സുള്ള, എൻ്റെ കാലഘട്ടത്തിൽ 12 വയസ്സ് 13 വയസ്സാണ് പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 45 മാക്സിമം ഒരു 50 വയസ്സിനപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകൾക്കാണ് ശബരിമലയിൽ പ്രവേശനം. ആ ഒരു കസ്റ്റമാണ് ശബരിമലയെ സംബന്ധിച്ച് നിലനിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക് 2019 ഈ ഒരു ഇത് വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇങ്ങനെയുള്ള അവസ്ഥയിലല്ലാതെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അദ്ദേഹത്തിന്, ഞാനത് പോസിറ്റീവ് ചിന്താഗതികളോടെ പറയാണ്. നെഗറ്റീവ് അദ്ദേഹത്തിന്റെ വിധിയിൽ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് അത് പാടില്ലായിരുന്നു. കാരണം ആ കസ്റ്റം നോക്കണമായിരുന്നു. നൂറ്റാണ്ടുകളായി നമ്മൾ നിലനിർത്തിക്കൊണ്ടുവന്ന ആ കസ്റ്റം പരിഗണിക്കാതെ ഇത് ചെയ്തത് മോശമായി പോയി എന്ന് എനിക്ക് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ ഇപ്പുറത്ത് അങ്ങനെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഈ ഭരണകൂടം ഇന്നത്തെ വിവരമില്ലാത്ത അന്തം കമ്മി സഹാക്കളാണ് ഭരിക്കുന്നത്. ഇപ്പോൾ ഭരിക്കുന്നത് തന്നെയാണ് അവരും ഭരിക്കുന്നത്, അപ്പോഴും ഭരിക്കുന്നത്. ആ ഭരണകർത്താക്കളെ വിചാരിച്ച് ഈ പുണ്യഭൂമിയെ അങ്ങ് നശിപ്പിച്ച് കളയാം, നാമാവിശേഷമാക്കി കളയാം, എന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് കൈയിട്ട് വാരാൻ പറ്റൂ എന്നുള്ള കാൽക്കുലേഷൻ അല്ലെ കണക്കൂട്ടലോടുകൂടി അമ്മിണിമാരെ പോലുള്ള കുറെ ആൾക്കാരെ ആർത്തവ രക്തം പൊതിഞ്ഞ പാഡുകൾ ഉൾപ്പെടെ ഇരുമുടിക്കെട്ടിൽ നിറച്ചു വെച്ചുകൊണ്ട് ശ്രീ ധർമ്മശാസ്താവിന്റെ സന്നിധാനത്തിലേക്ക് കയറാനുള്ള അനുമതി കൊടുത്തു. വളരെ അത്രമാത്രം മതനിന്ദ ചെയ്ത ഒരു സർക്കാർ. പിന്നെ അതിലുപരി ഇവിടുത്തെ കുട്ടി സഹാക്കന്മാരെ കൊണ്ട് കോളേജ് ക്യാമ്പസുകളിൽ എനിക്കത് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ശ്രീ ധർമ്മശാസ്താവിൻ്റെ പുണ്യരൂപത്തിൽ ആർത്തവ രക്തം വീഴ്ത്തുന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാക്കി വെച്ച് നമ്മളുടെ ഒരു ഹിന്ദു മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിൽ എന്താണ് നമുക്കിവിടെ നടക്കുന്നത് എന്നറിയാൻ വയ്യ. ഭരണകൂട ഭീകരതയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്കൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നതുകൊണ്ടൊന്നും എനിക്കൊന്നും അന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂട ഭീകരത ഈ ഹിന്ദു മതവിശ്വാസികൾക്കെതിരെ, യഥാർത്ഥത്തിൽ പറഞ്ഞ അയ്യപ്പന്റെ ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രം പറയുന്നത് ഒരിക്കലും ഒരു ഹിന്ദു ക്ഷേത്രമല്ല. എല്ലാ നാനാജാതി അല്ലെങ്കിൽ മതഭേദമന്യേ ഏതൊരു വ്യക്തികൾക്കും ഭക്തി പുരസ്സരം കയറാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ധർമ്മശാസ്താവിന്റെ ക്ഷേത്രം. അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്ക്, ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തിലേക്ക് കളങ്കമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പവിത്രതയെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടുവന്ന ഇന്നത്തെ വിവരമില്ലാത്ത അന്തംഗമി സഹാക്കന്മാരുടെ നേതാവായ പിണറായി സർക്കാർ ഭരിക്കുന്ന ഈ ഭരണകൂടം കാണിച്ചതിനേക്കാൾ വലിയ നെറുകേട്, അതിനേക്കാൾ വലിയ മതനിന്ദ, അതിനേക്കാൾ വലിയ മതവിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ വേറെ എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ ഈ പാരടി പാട്ട് പാടി അതിനെ മതനിന്ദ എന്ന് പറഞ്ഞ് പേപിടിച്ച നായ്ക്കളെ പോലെ ഓടുന്ന ഈ അന്തംകമ്മി സഹാക്കരെ കാണുമ്പോൾ നമുക്ക് പുച്ഛമല്ലാതെ എന്താണ് തോന്നുക സുഹൃത്തുക്കളെ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല. കാരണം ഞാൻ പഴയ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സഖാവിൻ്റെ മകളാണ്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം നമ്മൾ അങ്ങനെ ആ ഒരു പാർട്ടി എന്താണ് കമ്മ്യൂണിസം, എന്താണ് കോൺഗ്രസ്, എന്താണ് BJP അല്ലെങ്കിൽ എന്താണ് RSS, ഇതൊക്കെ നമ്മൾ കുഞ്ഞുനാളിലെ തൊട്ട് എൻ്റെ വീട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ളൊരു വീടാണ്. അങ്ങനെ കേട്ടുപിടിച്ച രാഷ്ട്രീയം എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലെ വ്യക്തി എന്ന നിലയിൽ വളരെ സാധാരണക്കാരായ വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന് നമ്മളൊക്കെ ഈ രാഷ്ട്രീയം കണ്ടു വളർന്നവരാണ്. അപ്പോൾ അങ്ങനെ ഈ കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമുക്കൊക്കെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കുക, കടക്ക് പുറത്തൊന്നല്ല, ചവിട്ടി അടിച്ചെടുത്ത് പുറത്ത് കളയാനാണ് തോന്നുന്നത്. കാരണം നമ്മുടെ നികുതി പണം നമ്മൾ കൊടുക്കുന്ന 100 രൂപയ്ക്ക് നമ്മളൊരു സാധനം 1 കിലോ പഞ്ചസാര നമ്മൾ വാങ്ങിച്ചാൽ
അതിൻ്റെ 25 രൂപ അല്ലെങ്കിൽ 28 രൂപ നമ്മൾ നികുതി കൊടുക്കുകയാണ്. നമ്മുടെ കാശ് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. 1,10,00,000 രൂപയ്ക്ക് കാറ് വാങ്ങിച്ച് ആഡംബര കാറിൽ കയറി ആഡംബര സൗധങ്ങളിൽ ജീവിച്ചുകൊണ്ട് ഇവർക്കെല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളോടി. നമുക്കൊക്കെ 4 ചുറ്റും കടമാണ്. ഒരു വീട് വെക്കാൻ 35 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം രൂപ കട അല്ലെങ്കിൽ 35 ലക്ഷം രൂപ കടമെടുത്ത് നമ്മളൊരു വീട് വെക്കുന്നു, ഒരു വണ്ടി എടുക്കുന്നു. 10 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുമ്പോൾ 2 ലക്ഷം രൂപ കൊടുത്ത് 8 ലക്ഷം രൂപ വണ്ടി എടുക്കുന്നു. പിന്നെ നമുക്ക് പല രീതിയിൽ ഒരു അസുഖം വന്നാൽ നമുക്ക് കാശില്ല പെട്ടെന്ന്, നമ്മളൊരു പേഴ്സണൽ ലോൺ എടുക്കുന്നത്. അങ്ങനെ 4 ചുറ്റും നമ്മുടെ 4 ചുറ്റും കടബാധകളാണ്. നമ്മൾ ഒരു മാസം പോട്ട് ഒരു സർജറി, ഇപ്പം എനിക്ക് ഒരു സർജറി വന്ന് ഞാൻ 3 മാസം വിശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് EMI അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ 4 ചുറ്റും കടക്കാരായിരിക്കും. എന്ത് ചെയ്യും ഞാൻ? ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കത്തില്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ 90% ആൾക്കാരും. അങ്ങനെയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്രമാത്രം നമ്മുടെ നികുതി പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഇവർക്ക് എന്ത് തോന്നിവാസവും ഇവിടെ ഇരുന്ന് കാണിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പാരഡി പാട്ടിനെതിരെ കേസെടുത്തേക്കുന്നത്. എന്തായാലും പിന്നോക്കം പോയിട്ടുണ്ട് ഇന്ന് കേട്ടോ. അപ്പോൾ പാരഡി പാട്ട് പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യമല്ല 100 പ്രാവശ്യം കേൾക്കാൻ തോന്നും, 100 പ്രാവശ്യം. ഇന്നലെ ഞാൻ 1 മണിക്കൂർ നടന്നു. എല്ലാ ദിവസവും ഞാനൊരു 30 മിനിറ്റ് 40 മിനിറ്റ് നടക്കുന്നു. ഇന്നലെ ഞാൻ 1 മണിക്കൂർ നടന്ന ഈ ഒരു സ്വർണ്ണക്കൊള്ളയുടെ പാട്ടും കേട്ടിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ശബരിമല ശാസ്താവിൻ്റെ ആ പാട്ടെന്ന് പറഞ്ഞാൽ ചില്ലറയില്ല. അതിനകത്തെ വരികളും ആരാണ് സ്വർണം കെട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ. അവർ കറക്റ്റല്ലേ ചോദിക്കുന്നത്. സ്വർണം കെട്ടത് പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണ്ണപ്പാളികൾ മാറ്റിയെ ശാസ്താവിൻ ധനമൂറ്റിയെ, സ്വർണം കട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയത് ആരപ്പ സഹാക്കളാണ് അയ്യപ്പ, സ്വർണം കട്ടവൻ ആരപ്പ സഹാക്കളാണ് അയ്യപ്പ. ഇത് കറക്റ്റ് അല്ലേ? സ്വർണം കട്ടിട്ട് 2 അകത്ത് കയറി കിടക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും എന്താ പറയുക, പത്മകുമാറും ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ വാസുവും ഒക്കെ അകത്ത് കിടക്കുകയാണ്. ഇപ്പോഴും അകത്ത് കിടക്കുന്ന സഹാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയിലെ സഹാക്കന്മാരാണ്. എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് പൊള്ളുന്നത്? അപ്പൊ ഇതിലെ സ്വർണം കിട്ടത് സഹാക്കന്മാരാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആസനം പൊള്ളി അടരുവാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കാരണം സ്വർണം കെട്ടവനെ എടാ കള്ള എന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ പാരഡി പാട്ടിൽ ഇത്രയും പൊള്ളിയെങ്കിൽ അവരുടെ അവസ്ഥ എന്താവും? അത് ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി. ഈ പോറ്റിയെ പറയുമ്പോൾ വിഷമിക്കേണ്ടായിരുന്നില്ല. ഞാനും ഒരു പോറ്റി എൻ്റെ അച്ഛനൊരു ബ്രാഹ്മണനാണ്. പക്ഷേ കള്ളനെന്ന് പറഞ്ഞാൽ അവൻ കള്ളനായതുകൊണ്ടല്ലേ അവനെ കള്ളൻ വിളിക്കുന്നത്. ഞാൻ കട്ടാൽ എന്നെ കള്ളിയെന്നല്ലാതെ എന്നെ പുണ്യവതി എന്ന് വിളിക്കാൻ പറ്റുമോ? അതിന് പോറ്റിയല്ല, ഏത് ദേവേന്ദ്രനായാലും കള്ളം ചെയ്യുന്നവൻ കള്ളനാണ്. കട്ട് അവൻ കള്ളനാണ്. അപ്പം സ്വർണം കട്ടത് ആരാണ്? സ്വർണ്ണ പാളികൾ മാറ്റിയത് ആരാണ്? ശാസ്താവിൻ്റെ ധനം ഊറ്റിയത് ആരാണ്? ലോഹം മാറ്റിയത് ആരാണ്? എന്ന് ഉള്ള ആ ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലുണ്ടല്ലോ, ഒരു കാലിൻ്റെ പെരുവിരനുള്ള തരിപ്പ്. ഞങ്ങളാണല്ലോ കട്ടത്, അപ്പം ഞങ്ങളെ ഇവന്മാർ കണ്ടുപിടിച്ചോ എന്നുള്ള ഒരവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ഒരു എന്താ പറഞ്ഞ റിയാക്ഷൻ, അതേ നമുക്കിതില്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവരോടൊക്കെ നമുക്ക് പുച്ഛമാണ്. ശ്രീ ധർമ്മശാസ്താവിൻ്റെ പുണ്യഭൂമി, പവിത്രഭൂമി, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിനെ നശിപ്പിക്കാൻ കൂട്ടുനിന്നിട്ട് അതിൻ്റെ പവിത്രത കളങ്കപ്പെടുത്താൻ കൂട്ടുനിന്നിട്ട് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വർണവും പണവും അടിച്ചു മാറ്റി, കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി അദ്ദേഹത്തിൻ്റെ എന്താ പറയണേ, അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ രാഹുൽ ഈശ്വർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ അവിടുത്തെ വിഗ്രഹങ്ങളും മറ്റുമൊക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത്രയും കൊള്ള നടന്ന ആ ഒരു അവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്ര നല്ല ഇതേപോലുള്ളൊരു പാട്ടിനെ കഴിയും. ഇനി 100 പാട്ടുകൾ ഇവർക്ക് ഇതേപോലെ എഴുതാൻ കഴിയട്ടെ. ഇത് ഇനി മാറ്റിയാലും ശരി മാറ്റിയില്ലെങ്കിലും ശരി കോടാനുകോടി ജനങ്ങളുടെ മനസ്സിൽ ഈ പാട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കൊണ്ട് ഇവരെ പേടിപ്പിക്കാമെങ്കിൽ ഇവർ എത്രമാത്രം ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ മറന്നു എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ 2019-20 കാലഘട്ടത്തിൽ ഈ ശബരിമല ശാസ്താ ക്ഷേത്രത്തിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചതും ഇത്രമാത്രം ഈ നാട്ടിൽ ഇത്രമാത്രം കോലാഹലങ്ങളും കോളിളക്കളും ഉണ്ടാക്കി ഭരണകൂട ഭീകരത ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി ഹിന്ദു മതത്തിനെ ഇത്രമാത്രം മോശമാക്കുമോ? ഇവരല്ലേ ഇത് വർഗീയത ഉണ്ടാക്കുന്നത്. ഇവിടെ ഹിന്ദു
സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും എത്ര മത സാഹോദര്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാഹോദര്യത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ കൂട്ടുചേർത്തുകൊണ്ട് എന്താ മത തീവ്രത വളർത്താൻ ശ്രമിക്കുന്ന ഇവരെയൊക്കെയാണ് അടിച്ചു പുറത്ത് കളയേണ്ടത്. അല്ലാണ്ട് ഇതേപോലെ സ്വർണം കട്ടവനെ കുറിച്ചിട്ട് ആ കള്ളന്മാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ശ്രീ സർമ്മശാസ്താവിനോട് അപേക്ഷിക്കുന്ന രീതിയിൽ, പാരടി ആയാൽ പോലും അദ്ദേഹത്തിനോട് അപേക്ഷിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ധനമൂറ്റിയവരാരെന്ന് വെളിപ്പെടുത്തുന്ന പാട്ടുകൾക്കെതിരെയൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ജനം നല്ല മറുപടി തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ തരും. അപ്പോൾ നമുക്ക് അടുത്ത വിഷയമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവരോടൊക്കെ നമുക്ക് പുച്ഛം മാത്രം, പുച്ഛത്തിൻ്റെ പുച്ഛം. എന്തായാലും ഇവർക്കൊക്കെ നിയമ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം മാത്രമേ തോന്നുള്ളൂ. എന്തായാലും ഒരു വിവരവുമില്ലാത്ത അന്തം കമ്മി സൈബറിലിരിക്കുന്നതായാലും അന്തം കമ്മി പോലീസുകാരും ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമേ ഉള്ളൂ സഹാക്കന്മാരെ. നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വരാം. ഇന്നിപ്പോൾ ഒരു ഷൈമോൾ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ ഒരുത്തൻ ഒരു CI ഒരു SHO പിന്നെ അടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ വർഷം ഞാനിത് ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞതാണ്. അടിച്ചില്ലെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഷൈമോളുടെ വീഡിയോമായിട്ട് വരാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ.